യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള സൈബർ ഇടത്തിലെ പോര് നേതൃത്വത്തിലേക്ക് പരിഗണിക്കപ്പെടുന്ന നേതാക്കൾക്ക് തന്നെ തലവേദനയായി മാറി. പ്രസിഡന്റ് ആക്കിയില്ല എങ്കിൽ KPCC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്ന നിലയിലുള്ള സന്ദേശം വ്യാജമെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അബിൻ വർക്കി വിശദീകരിച്ചു. യോഗ്യതയും അയോഗ്യതയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെളിയറിഞ്ഞല്ല തീരുമാനിക്കേണ്ടതെന്ന് OJ ജനീഷും ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. KR സാജു വിവരങ്ങൾ നൽകും. KR സാജു, നീണ്ട ഒരു മാസത്തിലേക്ക് അടുക്കുകയാണ് യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനില്ലാതായിട്ട്. അപ്പോഴും നേതൃത്വത്തിന് പുതിയൊരു തലവേദന ഈ സൈബർ ഇടത്തിലെ ഈ പോര് തന്നെയാണ്. എന്താണ് പുതിയ പോരിനുള്ള കാരണങ്ങൾ? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് നീളുന്നതിനനുസരിച്ച് സൈബർ ഇടത്തിലെ പോരും കൂടുകയാണ്. അതിനിടയിൽ അടുത്ത 2 ദിവസത്തിനുള്ളിൽ പുതിയ അധ്യക്ഷൻ വരുമെന്ന സൂചനകൾ പുറത്തു വന്നതോടുകൂടി അവകാശവാദങ്ങളും തർക്കങ്ങളും ഒക്കെ മുറുകി. ഇതിനിടയിലാണ് ഒരു വിഭാഗം നേതാക്കളുടെ യോഗ്യതയിൽ പരിഗണിക്കപ്പെടുന്ന 4 പേരുടെയും യോഗ്യതകൾ അയോഗ്യതകൾ എന്നിങ്ങനെ ഒരു കാർഡ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത്. ഇതോടുകൂടിയാണ് പോര് ശക്തമായത്. പിന്നാലെ തന്നെ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയില്ലെങ്കിൽ KPCC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ചില സന്ദേശങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഈ സന്ദേശങ്ങൾ വ്യാജമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അബിൻ വർക്കി തന്നെ അല്പസമയം മുമ്പ് ഫേസ്ബുക്കിലൂടെ കുറിപ്പുമായി എത്തി. ഇതിന് പിന്നാലെയാണ് മറ്റൊരു ഉപാധ്യക്ഷനും പട്ടികയിലേക്ക് തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന OJ ജനീഷും സൈബർ ഇടത്തിലെ പോരുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. സൈബർ ഇടത്തിലെ പോരുകളിലൂടെയല്ല യോഗ്യതയും അയോഗ്യതയും തെളിയിക്കേണ്ടത്. പരിഗണിക്കപ്പെടുന്ന നേതാക്കളൊക്കെ വിവിധ കാലയളവിൽ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഇത്തരം പോരുകൾ സംഘടനയ്ക്ക് ഗുണം ചെയ്യില്ല. വ്യക്തിയെ നോക്കിയല്ല രാഷ്ട്രീയം തീരുമാനിക്കേണ്ടത്. ഉയർത്തിപ്പിടിക്കുന്ന കൊടിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് OJ ജനീഷിന്റെയും കുറിപ്പ്. ഏതായാലും പോര് അതിശക്തമാകുന്നത് പരിഗണിക്കപ്പെടുന്ന നേതാക്കൾക്ക് തന്നെ തലവേദനയാകുകയാണ്. കാരണം അണികൾ ചേരിതിരിഞ്ഞ് തമ്മിലടിക്കുന്നതോടുകൂടി യോഗ്യതയും അയോഗ്യതയും ഒക്കെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടുതൽ ചൂടുപിടിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അജി, ശരി. KR സാജുവാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്നും.